ഹായ് മൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു പഴയ റെസിപ്പിയുമായിട്ടാണ്. അതായത് പണ്ടുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന അതിരുചികരമായ ഒരു ഡിഷാണ്. ഇതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റുള്ളൊരു സാധനമാണ്. കക്കറോട്ടി എന്നാണ് നമ്മളെ നാട്ടിലൊക്കെ ഇതിനെ പറയാൻ. ഇനി ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാന്നുള്ളത് നോക്കാം. ഞാൻ ഇവിടെ ഒരു 3 കപ്പ് പുയിങ്ങലരിയാണ് എടുത്തിരിക്കുന്നത്. പുയിങ്ങലരി നല്ല ഒരു ഇളം ചൂടുവെള്ളത്തിൽ, അതായത് നമ്മൾ ചൂടാക്കുമ്പോൾ ഒരു കുത്തുകുത്ത് വരാറില്ലേ, ആ ഒരു പാകത്തിനുള്ള ചൂട് വെള്ളമാക്കിയതിന് ശേഷം അതിൽ അരി ഇട്ട് കൊടുത്ത് പുതർത്തി വെച്ച് ഒരു 3-4 മണിക്കൂർ വെച്ചതാണ്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ഉള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് 1.5 ഉള്ളി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വലിയ ജീരകം, 1 ടേബിൾ സ്പൂൺ മതിയാകും. അതിനുശേഷം ഒരു 3 ഏലക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി, ഒരു വലിയൊരു തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ അരമുറിയാണ് എടുത്തിട്ടുള്ളൂ, അരമുറി തേങ്ങയും കൂടി ചേർക്കുക. തേങ്ങ ഓപ്ഷനിലാണ് കേട്ടോ. ചില ആൾക്കാർ ഇതിൽ തേങ്ങ ഇടാറില്ല. തേങ്ങ ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടാവാൻ തേങ്ങ ഇട്ട് കഴിഞ്ഞാലാണ്. ഇനി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാനുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, ഇനി ഇത് അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിൽ അരച്ച് ടൈറ്റാക്കിയിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പം അമ്മി അങ്ങനെ ആരും ഉപയോഗിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, അതുപോലെ തന്നെ ഇതൊക്കെ അരിപ്പൊടിയിലും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ കൂടുതൽ ടേസ്റ്റ് അരി പുതർത്തിയിട്ട് അരക്കുന്നതിൽ തന്നെയാണ്. അരിപ്പൊടിയിലാകുമ്പോൾ ഉള്ളിയും തേങ്ങയും ജീരകവും ഒക്കെ ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് അരിപ്പൊടിയിലിട്ട് കുഴച്ചാൽ മതി. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാനുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതാ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അരിയൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ടൈറ്റ് ആക്കേണ്ടതുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് അരിപ്പൊടി ഇട്ടിട്ടാണ് ടൈറ്റ് ആക്കുന്നത്. ആവശ്യത്തിന് കുറേശ്ശായിട്ട് അരിപ്പൊടി ഇട്ടിട്ട് ടൈറ്റ് നോക്കിയതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 10 ചൂടുന്ന ആ ഒരു ടൈറ്റിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതാ ഇപ്പം ഞാൻ ഇതിവിടെ കുഴച്ചെടുത്ത് നിങ്ങൾ കാണുന്നില്ലേ, ഈ ഒരു ടൈറ്റിലായിരിക്കണം നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മളെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണോ, നമ്മൾ ഇത് കുറേശ്ശെ എടുത്തിട്ട് ഉരുട്ടിയിട്ട് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് കുറച്ച് ഓയിൽ കയ്യിൽ തടവുക. എന്നിട്ട് അരി എടുത്ത് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് ചെറിയൊരു ബൗൾ പോലെ എടുത്ത് നേരെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് അതിൻ്റെ നടുവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് സ്റ്റീം ചെയ്ത് വെക്കാനുണ്ട്. ഞാനിവിടെ എല്ലാം ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യണം. ഞാനിവിടെ അടച്ചമ്പാന്ന് എടുത്തിരിക്കുന്നത്. അപ്പോഴേക്ക് ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതിനുള്ളത് കക്കറോട്ടി ഉണ്ടാക്കാൻ ഞാൻ ചിക്കനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കാം, ബീഫ് കൊണ്ട് ഉണ്ടാക്കാം, മട്ടനെ കൊണ്ട് ഉണ്ടാക്കാം, എല്ലാത്തിനെ കൊണ്ടും കക്കറോട്ടി ഉണ്ടാക്കാം. ഞാനിന്നിവിടെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ചിക്കൻ കറി ആക്കുന്നത് പോലെ തന്നെ ആക്കിയെടുക്കുക. അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഒരു ഒത്ത വിധത്തിൽ, എന്താ പറയുക, നമ്മളിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചിലപ്പം നല്ല വെള്ളം പോലെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കും. കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്ന കറിയായിരിക്കണം, അധികം വെള്ളം പോലെ ആവേണ്ടതില്ല. അപ്പം നമുക്ക് സാധാരണ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തേങ്ങ വറുത്തരക്കണം. തേങ്ങ വറുത്തരച്ചിട്ടാണ് ഞാനിവിടെ കക്കറോട്ടി ഉണ്ടാക്കുന്നത്. സാധാരണ പച്ച അരച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്ന വറുത്തരച്ചാലാണ്. അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുത്ത്, ഇനി അതിലേക്ക് കുറച്ചൊരു 2-3 പീസ് ഉള്ളിയും അതുപോലെ തന്നെ 3-4 കറിവേപ്പിലയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം വലിയ ജീരകവും, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൈസസ് ഇവിടെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, കളർ ചിക്കൻ കറിക്ക് നന്നായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ഇവിടെ വറന്ന് വന്നിട്ടുണ്ട്. അധികം കരിഞ്ഞ് വറുക്കേണ്ടതില്ല, ഒരു ബ്രൗൺ കളർ ആകുന്ന രൂപത്തിൽ വറുത്ത് കഴിഞ്ഞാൽ തീ ഓഫാക്കുക. അതിനുശേഷം നമുക്ക് തണിഞ്ഞതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് അരച്ചു കൊടുക്കാം. ഇതാ
അപ്പോൾ അത് അരക്കുമ്പോഴേക്ക് നമുക്ക് നമ്മളെ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന കക്കറൊട്ടിയിൽ ഇതാടി ഇവിടെ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ നമ്മളെ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിന് മുന്നേ നമുക്ക് വറുത്തരച്ച തേങ്ങ അത് ചിക്കൻ കറിയിലേക്ക് ഫസ്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ.